എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് നിങ്ങളോട് പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് പ്രായമുള്ള ആളുകളാണ്, നമ്മുടെ ഈ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും മുത്തശ്ശിമാരുമായിട്ടുള്ള ആളുകളില്ലേ, അങ്ങനെയുള്ള ആളുകൾ. മറ്റൊന്ന് നമ്മുടെ കുട്ടികളാണ്, ചെറിയ കുട്ടികൾ. ഈ രണ്ട് കാറ്റഗറിയും എന്തുകൊണ്ടോ ഒരുപാട് മനസ്സ് ഇഷ്ടപ്പെടാറുണ്ട്. കുട്ടികളെ എനിക്ക് തോന്നുന്നു മിക്ക എല്ലാ ആളുകൾക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും, അതുകൊണ്ട് നമുക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. എന്നാൽ പ്രായമുള്ള ആളുകൾ അങ്ങനെയല്ല, അവരെ പലപ്പോഴും അഡ്രസ്സ് ചെയ്യാറില്ല നമ്മളാരും. നമ്മുടെ വീടുകളൊക്കെ ഉണ്ട്, നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുണ്ട്, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് അല്ലേ, നമ്മൾ പോകുന്ന ഇടങ്ങളിലൊക്കെ ഈ പ്രായമുള്ള ആളുകളെ നമ്മൾ കാണും. അവരൊക്കെ ആ വീട്ടിൽ ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതമാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ആളുകളോട് കൂട്ടുകൂടാൻ നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ കൂട്ടുകൂടാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? കൂട്ടുകൂടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവസരം ഒരിക്കലും മിസ്സാക്കാറില്ല. എന്തുകൊണ്ടോ പ്രായമുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ വലിയൊരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുള്ള ആളുകളാണ് ഈ പ്രായമുള്ള ആളുകൾ എന്ന് പറയുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരുപാട് ഓർമ്മകൾ അവർക്ക് പങ്കിടാനുണ്ട്. പക്ഷെ ഒരിക്കലും അതിന് അവർക്ക് അവസരം ലഭിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾ അവർ പറയുന്നത് കേൾക്കാൻ ആരും നിന്നു കൊടുക്കാറില്ല. ശരിയല്ലേ? ഒന്ന് നിന്നുകൊടുത്ത് നോക്കണം. ഒരു 150 രൂപ കൊടുത്തിട്ട് ഒരു സിനിമ കാണുന്നതിനേക്കാൾ മനോഹരമായിരിക്കും അവരുടെ ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത്. അത് കേട്ടിരിക്കാൻ വലിയ ഭംഗിയാണ്, ഭയങ്കര രസമാണെന്നേ. നമ്മളൊന്ന് കേട്ടിരിക്കണം. പക്ഷെ നമ്മുടെ വീടുകളിൽ പോലും ഉണ്ട് ഈ പ്രായമുള്ള അമ്മമ്മമാരും അപ്പൂപ്പന്മാരും മുത്തശ്ശിമാരൊക്കെ. പക്ഷെ അവരെ ഒന്നും നമ്മൾ കണക്കാക്കാറേയില്ല, പരിഗണിക്കാറേയില്ല പല സാഹചര്യങ്ങളിലും അല്ലെ. നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അവരുടെ ഒപ്പം ഇരിക്കാൻ, അവരുടെ കഥകൾ കേൾക്കാൻ, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും സമയം ചെലവഴിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും സത്യാവസ്ഥ. ഒന്ന് കേട്ടിരിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് മിണ്ടാനും പറയാനും അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ മനസ്സ് കാണാൻ നമുക്ക് കഴിയണം. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞത് ഒരുപക്ഷെ എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ഞാനും വൈഫും ഒരു മ്യൂറൽ ആർട്ടിസ്റ്റ് കൂടിയാണ്. അതായത് മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന ആളുകളാണ്. മ്യൂറൽ പെയിന്റിങ് പലപ്പോഴും നമുക്ക് ഓർഡറുകളൊക്കെ വരുന്നത് ഇന്ത്യക്ക് വെളിയിൽ നിന്നാണ്. UK, US, ഓസ്ട്രേലിയ, കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഓർഡർ വരാറുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ അവിടെ സെറ്റിലായി നിൽക്കുന്നവരാണ്. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് അവർ ജോലി ചെയ്യുന്നവരാണ് എനിക്ക് ഉള്ള എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ അച്ഛനും അമ്മയും, പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയും നാട്ടിൽ ഒരു വീട്ടിൽ അവരുടെ തറവാട്ടിൽ ഒറ്റയ്ക്കാണ്. അവരുടെ വേറെയും മക്കളുണ്ട്, പക്ഷെ അവരും പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ വീട്ടിൽ ആരുമില്ല, ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവും. അവരുടെ വർക്കുകൾ അവർക്ക് നമ്മൾ കൊറിയർ ചെയ്തു കൊടുക്കാറാണ് പതിവ്. എന്നാൽ പല സാഹചര്യങ്ങളിലും അവർ നാട്ടിൽ വീടെടുത്തിട്ടുണ്ടാവും, ആ വീട്ടിലേക്ക് വേണ്ടിയിട്ടായിരിക്കും പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വർക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ചടഞ്ഞ് കൂടി നിൽക്കുന്ന സമയത്ത് പലപ്പോഴും ഒരു യാത്ര കൂടി ആവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ നേരിട്ട് പെയിന്റിങ്സ് വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കാറുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും അവരുടെ വീട്ടിൽ ഒരച്ഛനും, പ്രായമായിട്ടുള്ള അവരുടെ ഒരച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവാറുള്ളൂ. അവിടെ പോകുമ്പോൾ എനിക്ക് കിട്ടിയ ഒരുപാട് ഫീലുണ്ട്, ഒരുപാട് സന്തോഷങ്ങൾ കിട്ടിയ, ഒരുപാട് മനസ്സിന് ഒരുപാട് കുളിർമ സമ്മാനിച്ച ഒരുപാട് നിമിഷങ്ങൾ ഉണ്ട്. ഈ വീഡിയോ ചെയ്യാൻ അതൊക്കെയാണ് കാരണമായിട്ട് ഉള്ളത് എന്ന് പറയാം. അവിടെ പോകുമ്പോൾ അറിയാം അവരുടെ മുഖത്ത് കാണുന്ന സന്തോഷം. ഒന്ന് മിണ്ടാനും പറയാനും ഒരു പുതിയ ആളെ കിട്ടിയതിൻ്റെ ഒരാവേശവും സന്തോഷവും ഒക്കെ ആ മുഖത്ത്, വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അവരുടെ മുഖത്ത് എനിക്ക് കാണാൻ പറ്റാറുണ്ട്. എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് പെട്ടെന്ന് കൂട്ടുകൂടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഇരിക്കാനും അവർ പറയുന്നതൊക്കെ കേൾക്കാനും അവരുടെ കൂടെ ചായയൊക്കെ കുടിച്ച് ആ വീട്ടിലൊരു അംഗമായിട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മിസ് ചെയ്യാറില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെന്നോട് പറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. ജീവിതത്തിൽ അവർ വളർന്നു വന്ന അവരുടെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ, അവരുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ അവർക്ക് സമ്മാനിച്ച ഓർമ്മകളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊക്കെ ഇത്ര വരെ ഓടിയിട്ടുള്ളൂ. അവരൊക്കെ ജീവിതത്തിന്റെ സായാഹ്നങ്ങളിലാണ്. അനുഭവങ്ങളുടെ ഒരു വലിയ ഒരു കൂമ്പാരം തന്നെ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊക്കെ ഒന്ന് പറയാൻ ആരുമില്ലാത്ത ഒരവസ്ഥ, ഒന്ന് മിണ്ടാനും പറയാനും ആരെയും കിട്ടാത്ത അവസ്ഥ.
അങ്ങനെ ഒരാളെ കിട്ടിയ ഒരു സന്തോഷമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനാണ് അതിൽ സന്തോഷം കണ്ടെത്തിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം അവരുടെ കഥകളൊക്കെ കേട്ടിരിക്കാൻ ഭയങ്കര രസമാണെന്നേ. അതിൽ സന്തോഷങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ആഹ്ലാദങ്ങളുണ്ട്, പൊട്ടിച്ചിരികളുണ്ട്, അവരുടെ നൊമ്പരങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ ചില വേർപാടുകളുണ്ട്. കാരണം അവരുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് അവരുടെ ഒപ്പമില്ല, അവരൊക്കെ മൺമറഞ്ഞു പോയി. അവരുടെയൊക്കെ സങ്കടങ്ങൾ മനസ്സിലുണ്ട്. അങ്ങനെ പറയാൻ ഒരുപക്ഷെ നല്ല നല്ല പ്രണയങ്ങൾ പോലും അന്നത്തെ കാലത്ത് അവർക്ക് പറയാനുണ്ടായിരുന്നു. പ്രായം ഒരുപാടായില്ലേ, ഇനിയിപ്പോ എന്തും പറയാലോ എന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവര് പറഞ്ഞു തീർത്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഓർമ്മകളായിട്ട്, നല്ല നിമിഷങ്ങളായിട്ട് എനിക്കത് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ വീട്ടില് പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പറഞ്ഞുകൊണ്ട് വരുന്നത് അതാണ്, അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നേ. അതൊന്നും നമ്മൾ വിട്ടുകളയരുത്. ഒരുപക്ഷെ ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാവും, അതൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ ലീവൊക്കെ ഉള്ള ദിവസങ്ങളിൽ ആ അമ്മമ്മയെയും മുത്തശ്ശിയെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ച് നല്ലൊരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെയൊക്കെ കൂട്ടി ഉമ്മറത്തൊക്കെ പോയിട്ട് അവിടെയെങ്കിലും ഇരിക്കണം. എന്നിട്ട് അവരെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഒന്ന് സംസാരിക്കണം. അപ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബില്ലേ, അത് അനുഭവിച്ച് തന്നെ അറിയാനുള്ളതാണ്. ഒന്ന് ഓർക്കുക, ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ കാരണം ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ്. നമ്മളൊക്കെ എത്തിപ്പെടേണ്ട സ്ഥലമാണത്. കുറെ കഴിഞ്ഞാൽ നമ്മളും അവരുടെ വഴിയിലേക്ക് എത്തിപ്പെടും. ആയുസിന്റെ ദൂരം നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവും. ഈ ഒറ്റപ്പെടലിന്റെയും പരസ്പരം മിണ്ടാനും പറയാനും ആളില്ലാതിൻ്റെയൊക്കെ മാനസികമായ ഒരു സങ്കടം ഉണ്ടല്ലോ, അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കുറെ കഴിഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാവണമെന്നില്ല. ഈ ലോകം വളരെ വേഗതയേറിയതാണ്. അവരൊക്കെ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ അങ്ങ് യാത്ര ചെയ്യും. അന്ന് പരിഭവം കാണിച്ചിട്ടും അവരെ പരാതി പറഞ്ഞിട്ടും അവരോട് പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവർക്ക് ഓടണ്ടേ. അന്ന് നമ്മളൊരു ബാധ്യതയായിട്ട് നിൽക്കേണ്ടതില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അവർക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും പഠിപ്പിച്ചു കൊടുക്കാനും കഴിയും. ഇന്നത്തെ പ്രായമുള്ള ആളുകൾക്ക്, നമ്മുടെ മുത്തശ്ശിമാർക്കും നമ്മുടെ അപ്പൂപ്പന്മാർക്കും അമ്മമ്മമാർക്കും ഒക്കെ നല്ല സ്നേഹം കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവരോടൊപ്പം നിൽക്കുക. അത് കണ്ടു വളരട്ടെ നമ്മുടെ മക്കളും. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരും ചിന്തിക്കും, കുറെ കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനമ്മമാര് ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന്. അപ്പോൾ അവർ നമ്മളോടൊപ്പം ഉണ്ടാകും. അവരില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. ആ തിരിച്ചറിവോടുകൂടി നമ്മുടെ പ്രായമുള്ള ആളുകളെയൊക്കെ നമ്മളൊന്ന് ചേർത്ത് പിടിക്കുക. കാലം മുന്നോട്ട് പോകും തോറും ആയുസിന്റെ ദൂരം കുറഞ്ഞു വരുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് കൂടി നമുക്ക് ഉണ്ടാവണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ സമൂഹത്തിലും ഒന്നും പ്രായമുള്ള ഈ വടിയൊക്കെ കുത്തി നടക്കുന്ന മുത്തശ്ശിമാരെയും അപ്പൂപ്പന്മാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇന്ന് കാണാനില്ല. കാരണം ആയുസിന്റെ ദൂരം അത്രത്തോളം കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള പ്രായമുള്ള ആളുകളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ നമ്മളൊരു ശ്രമം നടത്തണം. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇവർക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെ, കുറെ കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ കുറച്ച് അധികം പൈസയൊക്കെ എന്തെങ്കിലും ഒരു കാലം ഉണ്ടായാൽ അവർക്ക് വേണ്ടി ഒരു മനോഹരമായ വളരെ പോസിറ്റീവ് എനർജിയുള്ള ഒരു വീട് അവർക്ക് വേണ്ടി പണിയണമെന്നുള്ളതാണ്. അതായത് പ്രായമുള്ള ആളുകൾക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചു പേരെങ്കിലും, ഒരു 5 or 6 ആളുകളെ ആണെങ്കിൽ പോലും, അല്ലെ, അത്രയൊക്കെ ഒരു പക്ഷേ നമുക്ക് സാധിക്കുമായിരിക്കുള്ളൂ. അതെങ്കിലും നമുക്ക് ചെയ്യാം. അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവരുടെ സന്തോഷങ്ങൾക്കൊപ്പം കൂട്ടുനിന്ന് അവർക്ക് മിണ്ടാനും പറയാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം സമ്മാനിച്ചു കൊടുത്ത് ഒരു മനോഹരമായിട്ടുള്ള ഒരു വീട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചാരിറ്റി ഒന്നും അല്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിന് എന്തുകൊണ്ടോ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഈ ചാരിറ്റി എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു മീഡിയേറ്ററായി നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടിനോട് എന്തുകൊണ്ടോ എനിക്കറിയില്ല. കാരണം ഇന്നത്തെ കാലത്ത് ഈ ചാരിറ്റി സത്യസന്ധമായി നടത്തുന്ന ആളുകളുണ്ട് എന്ന് പറയുമ്പോഴും അത് മുതലെടുക്കുന്ന, അതിലൂടെ പല തട്ടിപ്പുകളും നടത്തുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാൾക്കാണെങ്കിൽ പോലും അത് ഒരു നല്ല കാര്യം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തെ എല്ലാ ആളുകളും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചാരിറ്റി കൊണ്ട് കുറച്ച് ആളുകൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഇമ്പാക്റ്റ് ഓരോ മനുഷ്യനും അവനവന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു മോഹമുള്ളത്. സാധിക്കുമോയെന്നറിയില്ല. ഞാനൊരു ആഗ്രഹം പറഞ്ഞതാണ് കേട്ടോ, അല്ലാതെ ഞാനൊരു വലിയ സംഭവമാണെന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനല്ല. മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം
ഈ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. എന്തെങ്കിലും കുറച്ചധികമൊക്കെ പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം ഇരിക്കാനും അവരോടൊപ്പം ഒരു ഇത്തിരി സമയം സ്പെൻഡ് ചെയ്യാനും നല്ല നിമിഷങ്ങളൊക്കെ അവർക്ക് സമ്മാനിക്കുവാനുമുള്ള ഒരാഗ്രഹം മാത്രമാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സെങ്കിലും ഉണ്ടായാൽ മതി. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന പ്രായമുള്ള ആളുകളെയൊക്കെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് ഒന്ന് ചേർത്ത് പിടിക്കുക. അവരോടൊപ്പം ഒരു ഇത്തിരി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക. അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. അതായിരിക്കും ഒരുപക്ഷെ അവർക്ക് നമുക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷവും സമ്മാനവും. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം, മറ്റൊരു വിഷയവുമായിട്ട്. എല്ലാവർക്കും നന്ദി.